Hey all, Assalamu alaikum and Sabah here. Hope you are doing great. So 2025 is here with many more dreams and hopes. Alhamdulillah, 2024 was a good year. എൻ്റെ എല്ലാ ഡ്രീംസും വിഷൻസും എല്ലാം എനിക്ക് ടു ആൻ എക്സ്റ്റെൻറ്റ് അച്ചീവ് ചെയ്യാനും ഒരു ന്യൂ സ്റ്റെപ്പിലേക്ക് കടക്കാനുള്ള എല്ലാ ഹാപ്പിനെസ്സോടും കൂടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് ഇൻ ടു 2025. സോ വെൽക്കമിങ് ദിസ് ഇയർ വിത്ത് ഓൾ ദ ഹൈർ ആൻഡ് ഓൾ ദ ഹാപ്പിനെസ്. സോ ഫ്യൂ ഇയേഴ്സ് ആയിട്ട് ഞാൻ ജേർണലിങ്ങും അതുപോലെ പ്ലാനേഴ്സ് യൂസ് ചെയ്യുന്നതൊക്കെ കണ്ടിന്യൂസ് ആയി ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ആൻഡ് ഐ ലവ് ദ impact it made in my life. So this year ഒരു പ്ലാൻഡ് ആയിട്ട് അല്ലെങ്കിൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു പ്ലാനറിനെക്കാളും ഐ വോണ്ട് ടു ഡു ഇറ്റ് മൈസെൽഫ്. അതായത് എനിക്ക് എപ്പോഴേക്കും ചെറിഷ് ചെയ്യാൻ പറ്റിയ രീതിക്ക് എൻ്റെ ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ എൻ്റെ ഡിസൈൻ എലമെൻറ്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പ്ലാനർ ക്രിയേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ എല്ലാ സ്പ്രെഡ്സും, അതായത് വീക്ക്ലി ആവട്ടെ, എൻ്റെ ഹാബിറ്റ് ട്രാക്കേഴ്സ്, മൂഡ് ട്രാക്കേഴ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് എനിക്ക് എല്ലാ ഈ വീക്കിലും ക്രിയേറ്റ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാനറും അതിൽ എൻ്റെ പ്ലാനിങ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഫോർകാസ്റ്റ് ചെയ്ത് കണ്ടിട്ട് ചെയ്യണം എന്നൊരു വലിയ വിഷൻ ഈ ഇയറിൽ ചെയ്യണം എന്നുണ്ടായിരുന്നു. And I am here with Niara's Dotted Planner. നിയാറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഒരു ഡോട്ടഡ് പ്ലാനറാണ് ഇവിടെ യൂസ് ആക്കുന്നത്. ഇവരെന്നാൽ അക്കംപ്ലിഷ് പ്ലാനേഴ്സ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, വിച്ച് വാസ് സ്ട്രക്ചേർഡ്. ഇത് സിംപ്ലി ബ്ലാങ്ക് ആണ്. ഇതിൽ എവറിത്തിങ് ഫ്രം വീക്ക്ലി സ്പ്രെഡ്, ഹാബിറ്റ് ട്രാക്കേഴ്സ്, അങ്ങനെ എവറിത്തിങ് എൻ്റെതായ രീതിക്ക് ചെയ്യാൻ, ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാനാണ് ഞാൻ വിചാരിക്കുന്നത്. ഈവൻ കവർ ഞാൻ ഈ ഒരു ഷെയ്ഡിൽ തന്നെ വേണം എന്നുള്ളത് എനിക്ക് ഉണ്ടായിരുന്നു. സോ ഇതിൻ്റെ കവറിൽ കുറച്ച് ഡെക്കോർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഈ സ്റ്റിക്കേഴ്സും ലേസൊക്കെ എൻ്റെ കയ്യിലുള്ള സംഭവങ്ങളാണ്. അത് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സിംപ്ലി ഡെക്കോർ ചെയ്തെടുത്തിട്ടുണ്ട്. ദിസ് ഈസ് മൈ ലെറ്റർ ടു 2025. അപ്പോൾ കഴിഞ്ഞ ഇയറിൽ ഞാൻ പ്ലാനറിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ വിഷൻ ബോർഡ് എല്ലാം സെറ്റ് ചെയ്യുമ്പം എനിക്ക് 2025ലേക്ക് വേണ്ടിയിട്ട് ഞാൻ എഴുതിയ ലെറ്റർ ആയിരുന്നു. ആൻഡ് റീഡിങ് ഇറ്റ് നൗ ഐ എം സോ ഹാപ്പി ബിക്കോസ് അതിൽ എഴുതിയ സംഭവങ്ങളെല്ലാം എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, അൽഹംദുലില്ലാ. അപ്പോൾ ഈ ഇയറിൽ എന്തൊക്കെ കാര്യങ്ങളാണ് എനിക്ക് കോറായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫോക്കസ് ചെയ്ത് കണ്ടിട്ട് ചെയ്യേണ്ടതെന്നുള്ളതും, അതുപോലെ തന്നെ എനിക്ക് ഗ്രോത്ത് കുറച്ചും കൂടെ കൊണ്ടുവരണം എന്നുള്ള ഒരു ഏരിയാസിനെ ഫോക്കസ് ചെയ്തിട്ടാണ് ഒരു ചെറിയ വിഷൻ ബോർഡ് പോലെ ഒരു ഗോൾസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിലുണ്ട്. ഞാൻ അതാണ് ഫസ്റ്റ്ലി ചെയ്യുന്നത്. ഇങ്ങനൊരു ജേർണൽ യൂസ് ചെയ്യുക അല്ലെങ്കിൽ ജേർണലിങ് ചെയ്യുക, അതുപോലെ പ്ലാനേഴ്സ് യൂസ് ചെയ്യുന്നത് കൊണ്ട് എന്തോ കാര്യമുണ്ടോയെന്നൊക്കെ എന്നോട് കുറച്ച് ആൾക്കാർ ചോദിക്കലുണ്ട്. ബട്ട് ഇറ്റ്സ് എ റോങ് ക്വസ്റ്റ്യൻ. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ പേഴ്സൺ ടു പേഴ്സൺ. അതായത് ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. എനിക്ക് പൊതുവേ ടെക്കിനേക്കാളും ഇങ്ങനെ എഴുതി അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കൂടുതൽ ഇഷ്ടമാണ്. ജേർണലിങ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതുകൊണ്ട് തന്നെ എസ്തെറ്റിക്കലി പ്ലീസിങ് ആയിട്ടുള്ള രീതിക്ക് തന്നെയാണ് ഞാൻ എല്ലാതും കൊണ്ടുപോവുക. ഇപ്പം ഈ ഒരു ഡെസ്ക് സെറ്റപ്പ് ആയാലും ഡെസ്ക് മേക്ക് ഓവർ ആയാലും മൊത്തം ഞാൻ അങ്ങനത്തെ ഒരു രീതിക്ക് ചെയ്ത് എനിക്ക് ഐസ്, അതായത് എന്താ വിഷ്വലി പ്ലീസിങ് ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അത് നമുക്ക് തരുന്നൊരു കാംനെസ്, പീസ്ഫുൾനെസ്, എവറിതിങ് ഈസ് അതൊരു വല്ലാത്തൊരു വൈബ് തന്നെയാണ്. കാരണം അത് എപ്പോഴും നമുക്കൊരു പീസ്ഫുൾ മൈൻഡ് ക്രിയേറ്റ് ചെയ്യാനും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്യാനും കൂടുതൽ കാര്യം പ്ലാൻ ചെയ്യാനും അത് അഡാപ്റ്റ് ചെയ്യാനും എല്ലാത്തിനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു പ്രോസസ്സാണ്. സോ ഹിയർ കുറച്ച് സ്റ്റിക്കേഴ്സും കാര്യങ്ങളും ഹൈലൈറ്റ്സും യൂസ് ചെയ്തിട്ട് ഭയങ്കര സിമ്പിളായിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഹൈലൈറ്റേഴ്സ് യൂസ് ചെയ്യുന്നത് കുറച്ച് കൂടിയിട്ടാണ് ഞാൻ, കാരണം എനിക്കൊരു വാട്ടർ കളറിങ് ചെയ്യുമ്പോൾ നമുക്കൊരു ഫിനിഷിങ് കിട്ടുമല്ലോ. അപ്പം കറൻറ്റ്ലി എൻ്റെ അടുത്ത് വാട്ടർ കളറിങ് ഇല്ല. അപ്പം അതുകൊണ്ട് ഞാൻ ഹൈലൈറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ ആ ഒരു ഹൈലൈറ്റിംഗ് പർപ്പസ് ചെയ്തിട്ടുള്ളത്.
സോ വി ആർ ഡൺ വിത്ത് ദ ഗോൾ സെറ്റിംഗ്. ഒരു മിനി വേർഷൻ ഓഫ് വിഷൻ ബോർഡ് എന്ന് പറയാം. ഭയങ്കര മിനിമലായിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ബട്ട് ഐ ലവ്ഡ് ഇറ്റ് പേഴ്സണലി. സോ പ്രിറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പം ഇനി നെക്സ്റ്റ് എനിക്ക് വീക്ക്ലി സ്പ്രെഡ്സ് ആണ് ക്രിയേറ്റ് ചെയ്യാനുള്ളത്. അതായത് വീക്ക്ലി വൈസ് സ്പ്രെഡ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു വീഡിയോ ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. ഇൻഷാല്ലാ ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. ഓൾസോ ഇൻസ്റ്റഗ്രാമിലൂടെയും സ്റ്റോറീസ് ആയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓരോ വീക്കിൻ്റെയും ബുള്ളറ്റ് ജേർണലിംഗ് ആണല്ലോ ചെയ്യുന്നത്. അപ്പം ഓരോ വീക്കിൻ്റെയും കാര്യങ്ങളും അതിൻ്റെ ട്രാക്കേഴ്സ് എങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളതെന്നൊക്കെ ഞാൻ ഡീറ്റെയിൽഡായിട്ട് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാം. സോ ജാനുവരി ഫസ്റ്റ് വീക്കിലെ സ്പ്രെഡാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്ക് ജാനുവരി ഫസ്റ്റ് വരുന്നത് വെഡ്നസ്ഡേ ആണ്. ബട്ട് ഞാൻ മൺഡേ ഇൻക്ലൂഡ് ചെയ്തിട്ട് പോയിട്ടുണ്ട്. ബിക്കോസ് ആ ഒരു കണ്ടിന്യൂസ് അല്ലെങ്കിൽ ഒരു ഡിസൈനിൽ ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിക്കോട്ടെ വെച്ചിട്ടാണ് ഞാൻ 30th 31st ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. സോ ഹാപ്പി വിത്ത് ദ ഫൈനൽ ഔട്ട്കം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ രീതിക്ക് തന്നെ ചെയ്തുകൊണ്ട് എനിക്ക് ഇതിൽ ഇനി എൻ്റെ പ്ലാൻസ് വീക്ക്ലി കാര്യങ്ങളെല്ലാം ആഡ് ചെയ്തിട്ട് ചെയ്യാൻ ഞാൻ ഭയങ്കര ത്രിൽഡാണ്. ബിക്കോസ് അതൊരു വേറെ ഫീലാണ്. എവ്രി വൺ ഡു ഇറ്റ്. അതായത് നിങ്ങളെ രീതിക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് ബുള്ളറ്റ് ജേർണലിങ് ചെയ്യുമ്പം അതിൻ്റെ രസം വേറെ തന്നെയാണ്. ജേർണലിങ് ചെയ്യുന്നവർക്ക് ഇറ്റ്സ് എ ഗ്രേറ്റ് സ്റ്റെപ്പ് ടു ഡു ലൈക്ക് ദിസ്. Hope you like this video and coming weekends-il ഞാൻ ഓരോ വീക്കിലും സ്പ്രെഡ്സ് വീഡിയോ ആയിട്ട് തന്നെ പോസ്റ്റ് ചെയ്യും. Stay tuned for next week's spread and yeah, that's it. Thanks for watching. Do like, share and subscribe if you haven't done. Bye bye. Toodles.